എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ പറ്റുന്ന അവസരമില്ലാന്ന് എനിക്കറിയാം. എല്ലാവരും, ലോകം മുഴുവനും നമ്മളെല്ലാവരും കൊറോണ ഭീതിയിലാണ് അല്ലേ. ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറ്റലിയിലാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഭയാനകമായ രീതിയിൽ ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നാട്ടിലൊക്കെ മാറി എന്താ പറയുക, കുറച്ച് സമാധാനമായിട്ടെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇതാ വീണ്ടും നാട്ടിൽ വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ആലോചിക്കുമ്പോഴേ പേടിയാവുന്നു. എന്താ ചെയ്യാൻ മാത്രമല്ല, ഇപ്പോൾ എന്തോ പക്ഷിപ്പനിയോ അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോഴൊരു സമാധാനം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇല്ല മനസ്സിന്. അപ്പം അതുപോലെ തന്നെ നമ്മൾ കൊറോണയ്ക്ക് എതിരായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്നാൽ പോലും എൻ്റെ പ്രേക്ഷകരോട് പറയേണ്ട ഒരു ബാധ്യത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും സ്വന്തമായി ഒന്ന് സൂക്ഷിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക. അപ്പോൾ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ചിലപ്പോൾ ഓർത്ത് കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ കുട്ടികളെ ചെയ്യണമെന്നില്ലല്ലോ. അതേപോലെ കുട്ടികളെ സ്കൂളില്ലാത്ത സമയത്തൊക്കെ മിക്കവാറും വീട്ടിൽ തന്നെ ഇരുത്താൻ ശ്രമിക്കുക. പുറത്തൊന്നും അധികം വിടണ്ട. കളിക്കാൻ പോവുകയാണെങ്കിൽ പോലും അവരെ എങ്ങനെയാണ്, എന്താണ് കയ്യിലെടുക്കുക, അല്ലെങ്കിൽ ആരോടാ മിണ്ടതെന്ന് നമുക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ മാക്സിമം സ്കൂളിൽ പോകാത്ത പിള്ളേരെ വീട്ടിൽ തന്നെ ഇരുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കൈയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യിപ്പിക്കുക. അങ്ങനെ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അമ്മമാർ ചെയ്യുന്ന എനിക്കറിയാം, എന്നാലും ഒന്ന് പറയണമെന്ന് മാത്രം. പിന്നെ അതുപോലെ തന്നെ അധികം പുറത്തൊന്നും പോവാതിരിക്കുക. മാക്സിമം വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഷോപ്പിംഗ് മോളുകളിലും തിയേറ്ററുകളിലൊക്കെ പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ നാട്ടിലൊക്കെ ഈ പറഞ്ഞ പോലെ പക്ഷിപ്പനി എന്തൊക്കെയൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ചിക്കൻ ഒഴിവാക്കുക. അങ്ങനെ കൂടുതൽ നല്ല നല്ല വെജിറ്റേറിയൻ ഭക്ഷണം, അത് നന്നായിട്ട് വാഷ് ചെയ്ത് മഞ്ഞപ്പൊടി വിനീഗറും ഒക്കെ ഇട്ട് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം മാത്രമൊക്കെ ഉപയോഗിച്ച് നല്ല ശുചിത്വത്തോടു കൂടി ചൂടോടുകൂടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. തണുത്ത ഭക്ഷണം കഴിക്കാതിരിക്കുക. അങ്ങനെ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. മാക്സിമം ശ്രദ്ധിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെജിറ്റേറിയൻ ഡിഷായിട്ട് തന്നെയാണ്. അതായത് ഒരു വെള്ളക്കടല വെച്ചിട്ടുള്ള മഞ്ചൂരിയൻ. അപ്പോൾ മഞ്ചൂരിയൻ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമ്മൾ കാണാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ വെള്ളക്കടല വെച്ച് നമ്മൾ പല റെസിപ്പീസ് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ മഞ്ചൂരിയ കഴിച്ചിട്ടുണ്ട് നിങ്ങൾ വെള്ളക്കടല വെച്ചിട്ട്? ഞാൻ ആദ്യമായിട്ട് ഇന്നലെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഇന്ന് ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പിന്നെ നോമ്പുകാലല്ലേ, നോമ്പുകാലത്തിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചും വെജിറ്റേറിയൻ റെസിപ്പീസ് തന്നെയാണ് ആവശ്യമുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് മിക്കത് ഇട്ടിരിക്കുന്ന മുഴുവൻ വെജിറ്റേറിയൻ റെസിപ്പീസ് തന്നെയാണ്. അപ്പോൾ കാണാത്തവർ കാണാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വെള്ളക്കടല വെച്ചിട്ടുള്ള ഒരു മഞ്ചൂരിയൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വെള്ളക്കടല വെച്ചിട്ടുള്ള മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുക. മൈദ അല്ലെങ്കിൽ ആട്ട, ഗോതമ്പ് പൊടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1 സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് സോയാ സോസോ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ഒന്നും വേണ്ട. നമുക്ക് പിന്നെ ഗ്രേവി തയ്യാറാക്കുമ്പോൾ അതിൽ ചേർത്താൽ മതി. ഇത് ഈസി ആയിട്ട് നമുക്കങ്ങ് ബാറ്റർ തയ്യാറാക്കിയിട്ട് ഇത് ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഈ കടല. അപ്പോൾ ഈ കടല ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 1 ഗ്ലാസ് കടലയാണ്. 1 ഗ്ലാസ് കടല വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുക്കറിൽ വേവിച്ചെടുത്തു. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓവറായിട്ട് അങ്ങ് കുക്കാവാൻ പാടില്ല. വേവണം, പക്ഷേ ഓവറാവാൻ പാടില്ല. ഓക്കെ, ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുള്ള നല്ല തണുത്തിരിക്കുന്ന കടലയാണ്. അപ്പോൾ തൊലിയോടുകൂടിയുള്ള കടല തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇപ്പോൾ ബ്രൗൺ കടല വെച്ചിട്ടും തയ്യാറാക്കാം, പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ റെസിപ്പിക്ക് വൈറ്റ് കടല തന്നെയാണ്. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നോക്കാം. 1 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഞാനൊന്ന് നോക്കട്ടെ. അതായത് ഉപ്പും എരിവൊക്കെ കറക്റ്റാണോ നോക്കട്ടെ. ഉപ്പ് ഒരു ഇച്ചിരിയും കൂടെ ആവാം. ഓക്കെ, ഇനി ഇതിലോട്ട് നമ്മുടെ കടല ഇട്ട് കൊടുക്കാം. കടലയിൽ വെള്ളമൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കൊന്നും വേണ്ട. ഇട്ട് ഉടനെ തന്നെ നമുക്കതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം കടലയിൽ പിടിക്കാനൊന്നുമില്ല. കടലൊരു ചെറിയ പൾസല്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിലിപ്പോൾ ഉള്ളിലോട്ടൊന്നും പിടിക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു കടായി വെച്ച് എണ്ണ ചൂടാക്കാൻ വയ്ക്കുക. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഷുക്കിംഗ് എന്ന് പറഞ്ഞ ചാനലിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പയ്യനാണ്, ഞാൻ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ പുള്ളി ചില്ലി ചെന എന്ന് പറഞ്ഞിട്ട് പണ്ട് ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ ഇൻസ്പിറേഷൻ. പക്ഷേ ഇത് ചെന മഞ്ചൂരിയനാണ്. ഇത് എൻ്റെ രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിനി എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഞാൻ തീ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മീഡിയം ചൂടാവട്ടെ കേട്ടോ. ഈ ഓയിൽ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് ഓരോ കടലയും ഒരു ബാറ്ററും കൂടി എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി.
അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ആവാറായിട്ടുണ്ട് കേട്ടോ, അത് മേലോട്ട് പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ബാറ്ററോട് കൂടി ഇടുമ്പോൾ ഇതുപോലെ ബാറ്റർ കുറച്ചുണ്ടാവും, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അത് ആണ് നമുക്ക് കുക്ക് ആവേണ്ടത്, കാരണം കടല ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കങ്ങ് കോരി മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മഞ്ചൂരിയനിലിട്ട് അത് അങ്ങനെ ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇത് കഴിക്കാനും ഇതും കടലയും കൂടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ ഈ സംഭവം ഉണ്ടല്ലോ, ക്രിസ്പി ആയിട്ടുള്ള സംഭവം ക്രിസ്പി ആയിട്ട് നല്ലതാണ്. അതേസമയം നമ്മൾ ഗ്രേവിയിലൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ സോഫ്റ്റ് ആയിട്ട് അത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നമുക്കിതങ്ങ് കോരി മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറിയതിന് ശേഷം നമ്മൾ കൈ കൊണ്ടൊന്ന് വിരിച്ചു കൊടുത്താൽ മതി. സെപ്പറേറ്റ് ആയിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് കോരി മാറ്റിയിട്ട് ഒരു കിച്ചൺ ടിഷ്യൂലോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലോട്ടോ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതങ്ങ് കറിയാക്കാൻ തുടങ്ങാം. ഇനി ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്കിതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ വറുത്ത എണ്ണയായാലും കുഴപ്പമില്ല, പുതിയ ഫ്രഷ് ആയിട്ടുള്ള എണ്ണ വേണമെങ്കിൽ ഒഴിച്ചോളൂ കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ കടല ഫ്രൈ ചെയ്തിരിക്കുന്ന എണ്ണ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഇതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ സവാള കൊത്തിയരിഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി, അതിൻ്റെ വൈറ്റ് പോർഷൻ. എൻ്റെ അടുത്ത് സ്പ്രിംഗ് ഓണിയൻ ഇല്ല, അതുകൊണ്ട് ഞാൻ സവാള തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി നമുക്ക് വഴറ്റി കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് വഴറ്റണം, കരിയാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ആദ്യമേ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇച്ചിരി ഞാൻ സ്പൈസി ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ, അതുകൊണ്ട് പച്ചമുളക് ഞാനൊരു 6 എണ്ണം ചേർക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. അത് ഞാൻ ചരിച്ച് കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇച്ചിരി പഴുത്തതും നല്ല മൂത്ത മുളകാണ്, അതുകൊണ്ട് നല്ല സ്പൈസിയാണ്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് സോസൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ പച്ചമുളകിൻ്റെ ഒക്കെ ആ റോ ടേസ്റ്റ് മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം. ഡാർക്ക് സോയാ സോസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതേസമയം ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കെച്ചപ്പാണ്. കെച്ചപ്പ് ഇതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ. പിന്നെ അല്പം ചില്ലി സോസ് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ലൈറ്റ് സോയാ സോസ് ആണെങ്കിലും ഓൾ പർപ്പസ് ആണെങ്കിലും 2 ടേബിൾ സ്പൂൺ വേണം. ഞാനിപ്പോൾ ഡാർക്ക് ആയതുകൊണ്ട് 1 ടേബിൾ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഡാർക്ക് സോയ സോസിൻ്റെ പേര് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. പ്രീമിയം ഡാർക്ക് സോയ സോസ് ലീ കും കീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് അല്പം വിനീഗർ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം സോയാ സോസിലൊക്കെ നല്ലോണം ഉപ്പുണ്ടാവും. അപ്പോൾ ലാസ്റ്റ് മാത്രം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇത്തിരി ലൂസായിട്ടാണ്, ഗ്രേവി ടൈപ്പിലാണ് എടുക്കുന്നത്. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഞാൻ എപ്പോഴും ഡ്രൈ വേർഷനാണ് കാണിക്കാറുള്ളത് നിങ്ങൾക്ക് അല്ലേ. അപ്പോൾ ഇത് ഇച്ചിരി ഗ്രേവി ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് 2 ഗ്ലാസ് നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഗ്രേവി എത്ര വേണം അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടണം. നന്നായി തിളക്കട്ടെ. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ ഒന്ന് നോക്കട്ടെ. ഉപ്പ് വേണം, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എനിക്കിപ്പോൾ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാള ക്യൂബായിട്ട് അരിഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ ക്യാപ്സിക്കം ക്യൂബായി അരിഞ്ഞിട്ടുള്ളതുമാണ്. അത് ഞാൻ 1 സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കം ആണെങ്കിൽ ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഗ്രേവിയുടെ ടേസ്റ്റ് നോക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റ് ഒക്കെ ആയോന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ പറഞ്ഞ പോലെ ഞാൻ എല്ലാ ടേസ്റ്റും നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മധുരം കുറവാണെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവാണെന്ന് വെച്ചാൽ കുറവ് ഉള്ളത് ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് അതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഞാൻ വിടിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാര്യമായിട്ട് ഒട്ടിയിരിക്കണമെന്നും ഉണ്ടായിരുന്നില്ല. കടലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ വെള്ളം പോലെ ഉണ്ടാവും അല്ലേ, വെള്ളം പോലെ ഇരുന്ന രസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്യാം. ആ കോൺഫ്ലോർ എന്നിട്ട് കുക്കാവണം. അപ്പോഴാണ് ഈ ഗ്രേവിയും ഈ നമ്മൾ ചേർത്തിരിക്കുന്ന കടലയും എല്ലാം കൂടി നല്ലതായിട്ടൊന്ന് യോജിക്കുകയുള്ളൂ. അപ്പോൾ കോൺഫ്ലോർ കുറവ് പോലെ തോന്നുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം കേട്ടോ. 1 ടേബിൾ സ്പൂണും കൂടെ ആവാം. ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന രീതിയിലുള്ള
നല്ലൊരു മഞ്ചൂരിയൻ ആയിട്ടുണ്ടത്. ഈ കോൺഫ്ലോറിന് ഇച്ചിരി കുക്കിംഗ് ടൈം ഉണ്ട്. നിങ്ങൾ ഒഴിച്ചു വിടുന്നത് തന്നെ അതങ്ങ് ഓഫ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ കോൺഫ്ലോറിൻ്റെ ആ ഒരു വാസന, പച്ച വാസന മുന്നോട്ട് നിൽക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്തിപ്പോൾ എന്താ പറയുക, സെലറി ഉണ്ടെങ്കിൽ സെലറി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതായത് ഉള്ളിത്തണ്ട് ഉണ്ടെങ്കിൽ ഉള്ളിത്തണ്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. പക്ഷെ എൻ്റെ അത് എടുത്തില്ലാത്ത കാരണം ഞാൻ ഇതിലോട്ട് അവസാനമായിട്ട് കുറച്ച് മല്ലിയില ഒന്ന് ചെറുതായിട്ട് അങ്ങ് തൂക്കി കൊടുക്കുന്നുണ്ട്, അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം. അതല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് മഞ്ചൂരിയൻ ആവും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിലുണ്ടെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്, നോക്കിയപ്പോൾ ഇല്ല. കുഴപ്പമില്ല, അല്ലാണ്ട് തന്നെ അടിപൊളിയാണത്. അപ്പോൾ ഇത്രയുള്ള പരിപാടി നമ്മുടെ സൂപ്പറായിട്ടുള്ള ചന മഞ്ചൂരിയൻ. ചേനയല്ല, ചന എന്ന് വെച്ചാൽ വെള്ളക്കടല. അപ്പോൾ ഞാനത് ഓഫ് ചെയ്തു കേട്ടോ. കണ്ടില്ലേ കൺസിസ്റ്റൻസി? ഇതല്ലേ നമ്മൾ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, ഇതേപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത്രയുള്ള പരിപാടി. ഫൈനലായിട്ട് ടേസ്റ്റ് ഒന്ന് നോക്കുക, അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ്. ഇപ്പോൾ നോമ്പായതുകൊണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിത് ഫൈനലായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. ലാസ്റ്റായിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയുടെ ഇലയും കൂടെ തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രൈഡ് റൈസ്, ഞാൻ പറഞ്ഞില്ലേ, ഫ്രൈഡ് റൈസ്, ബട്ടർ റൈസ്, ഗീ റൈസ് എന്തിൻ്റെ കൂടെയും, അതുപോലെ തന്നെ ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ എനിക്കിവിടെ ഓർഡർ കിട്ടിയിട്ടുണ്ട് ബട്ടർ റൈസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്. ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ജാനിന് കൊടുത്തുവിടാൻ വേണ്ടി ചപ്പാത്തി ആയിരുന്നു. അപ്പോൾ ആ ചപ്പാത്തിയുടെ കൂടെ നമുക്കൊരു പിടിപിടിക്കാം, പക്ഷെ ഗ്രേവി ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ വെജിറ്റേറിയൻസിനും അടിപൊളിയായിട്ട് കഴിക്കണ്ടേ അല്ലേ മക്കളിത്? അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കുക. പിന്നെ വേറൊരു കാര്യം, ഇതിപ്പോൾ ഞാൻ ഗ്രേവി ആയിട്ടില്ല തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഗ്രേവി വേണ്ട, ഡ്രൈ ആയിട്ട് മതിയെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒഴിക്കേണ്ട, അല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടിയിട്ട് അങ്ങ് പരട്ടിയെടുത്താൽ മതി. അപ്പം നല്ല ഡ്രൈ വേർഷൻ ആവും. പക്ഷേ ഇതാണ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വേർഷൻ, അതായത് കുറച്ച് തിക്കായിട്ടുള്ളത്. കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് മാറിയത് കണ്ടോ. അപ്പോൾ ഈ ഒരു രീതിയാണ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നത്, 2 ഗ്ലാസ് വെള്ളം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം അതനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.